national anthem. Jana Gana Mana Adinayaka Jaya He Bharata Bhagya Vidhata Punjab Sindhu Gujarat Maratha Dravida Utkala Banga Vindhya Himachala Yamuna Ganga Uchala Jaladi Taranga Tava Shubha Name Jage तब शुभ आशीष मागे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Next, I invite yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's yours, we're getting closer, this isn't over. The pressure's on, you feel it, but you got it all, believe it. When you fold it up, oh, if you fold it up, hey, cause this is Africa. This time for Africa. I invite our PTA President Vinit sir to give the presidential speech. Good morning. Good morning, parents. കണ്ടോ അവരുടെ ശബ്ദം കണ്ടോ? Good morning. Good morning. Okay, very happy Independence Day wishes to you all. ഇന്ന് സ്വാതന്ത്ര്യദിനല്ലേ? എന്താ സ്വാതന്ത്ര്യദിനം എന്താ? ആർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാ? ഇന്ത്യക്ക് അല്ലേ? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്നിപ്പോ എത്രാമത്തെ വർഷം ആഘോഷിക്കുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അറിയോ? 80th year. 80th year അല്ലേ? 80ാമത്തെ വർഷമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. 80 വയസ്സുള്ള ഒരാള് ആയി ഇപ്പൊ ഇന്ത്യ.
അല്ലെ? 80 വയസ്സുള്ള ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കുറച്ച് പ്രായമായോ? കുറച്ച് പ്രായമായി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായമായിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്തിനകം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുക. നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ പഠിച്ച് വളർന്ന് വലുതായി അത് രാജ്യത്തിന് സേവയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും രാജ്യസേവകരായിട്ട് മാറുന്നു. നമ്മൾ സാധാരണ ഒരു സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ പട്ടാളക്കാരെയാണ് നമുക്ക് ഓർമ്മ വരിക. കാരണം അവരേറ്റവും വിലപ്പെട്ടതായി കരുതുന്ന പല വിഷയങ്ങളും ത്യജിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് അതിർത്തികളിൽ കാവലിരിക്കുന്നത്, അല്ലേ? നമ്മളും യഥാർത്ഥത്തിൽ രാജ്യസേവകരാവണം. അതിന് പട്ടാളക്കാരാവണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മളും രാജ്യസേവകരാവും, അല്ലേ? കുട്ടികളായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? രാജ്യസേവനം. നമ്മൾ പറഞ്ഞുല്ലോ, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പ്ലഡ്ജിൽ പറഞ്ഞിരുന്നു, അല്ലേ? എങ്ങനെ രാജ്യത്തെ സേവിക്കുക, എങ്ങനെ സ്നേഹിക്കുക? നമ്മുടെ പാരൻസിനെ എങ്ങനെ സ്നേഹിക്കുക? അവരടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹഗ് ചെയ്താൽ സ്നേഹമായില്ലേ? എങ്ങനെയാ അപ്പൊ രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റുക? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വീട്ടില് പാരൻസിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് സന്തോഷമല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു തന്ത്രം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളും രാജ്യസേവകരാകും. ചെയ്യുന്ന ഓരോ തൊഴിലും രാജ്യസേവനമായിട്ട് തന്നെ മാറ്റണം. അത് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മോശം കുട്ടികളായിട്ട് വളർന്നു കഴിഞ്ഞു വെച്ചാൽ പാരൻസിന് എപ്രകാരമാണോ ആ വിഷമം അവരുടെ ഉള്ളിലുണ്ടാവുന്നത്, ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു രാജ്യത്തിനും നമ്മളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തപ്പെടുന്നത് ആ രാജ്യത്തിന്റെ പേരിലായിരിക്കും മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ. ഇന്ന് വിശ്വഗുരുവായിട്ട് അറിയപ്പെടുന്ന ഭാരതം കുറച്ചധികം കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് പല വിഷയങ്ങളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് നിലനിന്നിരുന്നത്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണെന്നറിയുമോ? ലോകത്തിലെ യൂണിവേഴ്സിറ്റി പാരൻസിന് അറിയായിരിക്കും അല്ലേ? എവിടെയാ? ഭാരതത്തിലായിരുന്നു. തക്ഷശില, നളന്ദ. അപ്പൊ ഇങ്ങനൊരു കൺസെപ്റ്റ് ലോകത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ പറ്റിയ ഈ ശ്രേഷ്ഠമായ സംസ്കാരമുള്ള ഈ രാജ്യത്തിൽ ജനിക്കാൻ ഇടവന്നിട്ടുള്ള നമ്മളെല്ലാവരും ആ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് വേണം അതിന്റെ ആ പ്രൗഢിയെ നിലനിർത്താൻ. അതിന് നമ്മളും നന്നായി പഠിച്ച് നല്ല കുട്ടികളായി അവരുടെ മുന്നിൽ സ്വയം അവതരിപ്പിക്കണം. ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ നടന്നു വരുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്, അറിയോ? കേട്ടോ? ലഹരിക്കെതിരെയാണോ തോന്നുന്നത്? എന്താ? ആരോ പറഞ്ഞു ഇവിടെ? കറക്റ്റാണത്. ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? അതെന്താ ഓപ്പറേഷൻ എന്ന് പറയാൻ കാരണം? അതിനെ വേരോടെ അറുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ? ലഹരിക്കെതിരെയാ. നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി അറിയണം. ലഹരിക്ക് ഒരിക്കലും അടിമപ്പെടരുത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ശക്തരായി ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കരുത്തുള്ളവരായി തീരണം. യഥാർത്ഥത്തിൽ കരുത്തുണ്ടാവേണ്ടത് ശരീരത്തിന് മാത്രമല്ല, മനോധൈര്യം എന്ന് പറയും, മനസ്സിനും കൂടിയിട്ടുണ്ടാവണം. ചിലപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റിയെന്ന് വരില്ല, പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ മനോധൈര്യമായിരിക്കണം പ്രധാനം. കാരണം നമ്മളെ ഒരാൾ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ കായബലം മാത്രം പോരാ, മനോബലവും കൂടിയിട്ട് വേണം. ആയതുകൊണ്ട് നിങ്ങൾ കുട്ടികളെല്ലാവരും മനോധൈര്യമുള്ള കുട്ടികളായി നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ പഠിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന സന്ദേശം നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ അതിനുള്ള ഡാൻസും പ്രീ KG മുതൽ
7ാം ക്ലാസ് വരെയുണ്ട്. ഞാൻ നോക്കി. അപ്പോൾ വളരെ സന്തോഷം. ഞാനും പൗലോക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല, അല്ലേ പൗല? അല്ലേ? അപ്പോൾ അത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ഈ സ്ഥാനമൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാ ആ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പ്ലീസ് മാം. Good morning, all of you. A very, very happy Independence Day. Say, you also say a very, very happy Independence Day. Thank you so much. So I welcome our chairman, Mr. V.R. Ramaswamy, sir, our PTA president, Mr. Vinish, all my dear parents, those who have assembled here. So actually tiny children are sitting before us. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് ഈ സ്വാതന്ത്ര്യം ഒക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി they don't know what it is. ബന്ധനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ സ്വാതന്ത്ര്യം എന്താണ് അറിയുള്ളൂ. ബന്ധനമേ അറിയില്ല, എസ്പെഷ്യലി ഇന്നത്തെ കാലത്തെ കുട്ടികൾ. ഞാനിത് പറയുന്നത് മെയിനായിട്ട് പാരൻസിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലഘട്ടത്തിൽ മേ ബി ഞാനും സ്വാമിയൊക്കെ നിങ്ങളെയും കാട്ടിലും ഒരു more than 10 years we are all ahead. During our times, Independence Day, ഇതുപോലെ തന്നെ we used to go to school, flag hoisting, ആ സ്വീറ്റ് കിട്ടാൻ വേണ്ടിയാണ് 2 ചോക്ലേറ്റ് കിട്ടും, അതിനു വേണ്ടിയാണ് പോണത്. എന്തുകൊണ്ടറിയോ? ആ 2 ചോക്ലേറ്റ് അടക്കം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അച്ഛനമ്മൊന്നും മേടിച്ചു തരില്ല ചോക്ലേറ്റ് ഒന്നും. ഇന്നെങ്ങനെയാ? കുട്ടികൾ അടം പിടിച്ച എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമ്മളത് അവർക്ക് സാധിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു റോങ് റിസൾട്ടായിരുന്നു, ആസ് വിനീത് സെഡ്, ഈ ലഹരി. എന്തറിയോ? നമ്മൾ കുട്ടികളുടെ അടുത്ത് നോ പറയുന്നില്ല. വി ഡോണ്ട് ടെൽ നോ ടു അവർ ചിൽഡ്രൻ. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. മൊബൈൽ അതൊരു ലഹരിയാണ്, നമുക്ക് തന്നെ ലഹരിയാണ്. അതിനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ സമയം പോണെന്ന് ഒന്നും അറിയില്ല. വിസിറ്റ് ആൻഡ് സീ ദാറ്റ്. സോ കുട്ടികൾക്കടക്കം വാട്ട് ഈസ് ഹാപ്പനിങ്? അവർ നമ്മളെയാണ് നോക്കുന്നത്. ഓ, അമ്മ ഈസ് ഓൾവേസ് വിത്ത് ദ മൊബൈൽ, അച്ഛൻ ഈസ് ഓൾവേസ് വിത്ത് ദ മൊബൈൽ. സോ വെൻ ഐ ആസ്ക് ഫോർ ദ മൊബൈൽ, വൈ യു ആർ നോട്ട് ഗിവിങ്? അവർ നമ്മൾ കൊടുക്കുന്നു. As they grow up, കുറേ പഠനങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ല പറയുന്നത്. കുറേ പഠനങ്ങളിൽ ദ ഡോക്ടേഴ്സ് ആർ സീയിങ്. ഞാൻ ഇന്നാൾ ഒരു റീല് കണ്ടു. വേർ എ ചൈൽഡ്, ഐ ആം ടെല്ലിങ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് സോ ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ദം ടു അണ്ടർസ്റ്റാൻഡ്. എ ചൈൽഡ് ഈസ് നോട്ട് ഗെറ്റിംഗ് ദ മൊബൈൽ, സോ ദ ചൈൽഡ് ഈസ് ഹിറ്റിംഗ് ദ ഗ്രാൻഡ് മദർ, ദ മദർ, in a very wild way. Indariyo, he is addicted to that particular thing. Okay, so 200 years നമ്മളൊരു ബന്ധനത്തിൽ ഇരുന്ന് പുറത്ത് വന്ന് 80 വർഷം ആവും അല്ലേ? ടുഡേ is the 80th Independence Day and 79 years we have completed. Actually, today is the 80th day. We are celebrating the independence. Now, ഈ 80 വർഷത്തിൽ the progress that we as a country, especially for the past 15 years that we have made in every field, we have to be very proud that we are an Indian. Very proud. Because അങ്ങനെയാണ് ടെക്നോളജിക്കലി, സയൻറ്റിഫിക്കലി എല്ലാ ഫീൽഡിലും, സ്പോർട്സ് ആവട്ടെ, എന്ത് വേണമെങ്കിലും, എവ്രിവെയർ നൗ ഇന്ത്യ ഈസ് ഇൻ ദ ഫോർ ഫ്രണ്ട്. അപ്പോൾ
നമ്മൾ ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിനെ കുറിച്ച് ചിന്തിച്ച് വി ഹാവ് ടു ബി വെരി 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 പ്രൗഡ്. കുറേ പുറമേയുള്ള കൺട്രീസിലൊക്കെ പോയ ആളുകളാണ് ഞാനും സ്വാമിയും. വി ഹാവ് സീൻ സോ മെനി ഫെസിലിറ്റീസ് വാട്ട് ആർ ദേർ അവിടെയൊക്കെ. പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മളുടെ ഭാരതം തന്നെയാണ് ശ്രേഷ്ഠം ഇൻ എവറി വേ. ഗീവ് എ ബിഗ് ക്ലാപ്പ്. Thank you so much children. Okay, അപ്പോൾ വിനി സർ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യാൻ പാടില്ല വീട്ടിൽ പോയിട്ട്? സേ ലൗഡ്ലി. അത് പഠിക്കണം. എന്താണ് ചെയ്യാൻ പാടില്ല? ബാക്ക് ചിൽഡ്രൻ, what you should not do after going home. Hello class 6, haven't I told you what you should not do after going home? എന്താണ് ചെയ്യാൻ പാടാത്തത്? എന്താണ്? ഉറക്കെ അത് പറയണം. No looking at the mobile. There are a lot of good things that we have to do. We have to make, first we have to make our parents happy. They should be proud. Oh, I have got my daughter, my son is so good. Then you have to make we teachers happy. Oh, what a good student in our school. We should feel sad when you people are going away from this school, isn't it? It's a grassroots level, from parents, teachers, the society, the country. നമ്മൾ ഒരു സോൾജർ ആവണമെന്നൊന്നുമില്ല. There are so many ways we can serve our society. Police officers, doctors, we teachers, we are so proud that we are a teacher because we are grooming the younger generation. Okay, I just want to call one person. It's an unofficial thing. Sujit, can you guys come here? Come there. Come up. You know, ഇത് നമ്മളുടെ ഒരു പാരന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? UKG പഠിക്കുന്നത്. Her name is Rudra, right? രുദ്ര പറഞ്ഞ ഒരു കുട്ടിയുടെ അച്ഛനാണത്. പക്ഷേ ടുഡേ ഈസ് എ പോലീസ് ഓഫീസർ. ഓക്കെ, ഇവന് 10ാം ക്ലാസ് വരെ ആരാണ് പഠിപ്പിച്ചത് അറിയോ? ലക്ഷ്മി മിസ്സിന്റെ സ്റ്റുഡൻ്റ് ആണ് ഇവൻ. ഓക്കെ, ഐ ഹാവ് ടോട്ട് ഹിം ടിൽ 10th സ്റ്റാൻഡേർഡ്. സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, ട്യൂഷനിലും വരും അവൻ എൻ്റെ അടുത്ത് പഠിക്കാൻ. ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു റിക്വസ്റ്റ് to say a few words. ബഹുമാനപ്പെട്ട എൻ്റെ ലക്ഷ്മി ടീച്ചർ, എൻ്റെ എല്ലാ കുട്ടികളും, പാരൻസ്, ടീച്ചർ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഇതൊരു റെക്കഗ്നേഷനാണ്. എൻ്റെ ടീച്ചർ സ്കൂളിൽ എന്നെ വിളിച്ച ടീച്ചർക്ക് രണ്ട് വാക്ക് പറയാമെന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്ത്യയിൽ നിന്ന് 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ നോ പറയേണ്ട അടുത്ത് നോ പറയാനും, നമ്മൾ കൺട്രീനെ സെർവ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് പല രീതികളുണ്ട്, പല വഴികളുണ്ട്. ആ രീതിയിലൂടെ മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും നമ്മുടെ അറ്റൻഷൻ പഠിക്കുന്നതിലും അതിന് ശേഷം ബാക്കിയുള്ള വർക്കൗട്ടിലും കാര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പോവുക. വേറെ രീതിയിൽ മുന്നോട്ട് പോകാണ്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു. താങ്ക് യു. ഞാനിവിടെ എൻ്റെ മോളെ ചേർത്താനുള്ള ഒരേ ഒരു കാരണം ടീച്ചറാണ്, ലക്ഷ്മി ടീച്ചറാണ്. 2000-ലാണ് ടീച്ചറെ ഞാൻ കാണുന്നത്. എൻ്റെ സ്കൂളിൽ ടീച്ചറായിട്ട് വന്നതാണ് ലക്ഷ്മി ടീച്ചർ. പിന്നെ ടീച്ചറോടെ വൈസ് പ്രിൻസിപ്പളായി, പിന്നീട് പ്രിൻസിപ്പളുമായി, പിന്നീട് ടീച്ചറാണ് ഞാൻ ട്യൂഷന് വന്നു. 8th, 9th, 10th ടീച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ ജോലി കിട്ടി. 2010 പോലീസിൽ കയറി.
ഞാൻ 2019 സബ് ഇൻസ്പെക്ടറായിട്ട് കയറി. ഇപ്പോൾ സബ് ഇൻസ്പെക്ടറാണ്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ടീച്ചറുടെ അടുത്ത് വന്നാണ്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ നന്നായി ചീത്ത പറയും, നന്നായി തല്ലും. നന്നായി തല്ലുകൊണ്ട് എൻ്റെ ടീച്ചറെ നന്നായി ചീത്ത പറഞ്ഞു ടീച്ചറെ. പക്ഷെ അതിൻ്റെ ഒപ്പം ടീച്ചർക്ക് എനിക്ക് ടീച്ചറോടുള്ള ഒരു മദർലി ഫീലിംഗ് ആണ്. ഒരു അമ്മ മക്കളെ എങ്ങനെ ടീച്ചർ കൊണ്ടുപോകുക ആ രീതിയിലാണ്. ഞങ്ങളിവിടെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇതിൻ്റെ താഴത്തായിരുന്നു ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്. പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഞങ്ങളൊരു 4 മണി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടൊരു 4 മണിക്ക് വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാം, 4 മണി തൊട്ട് 8 മണി വരെ ട്യൂഷൻ ഉണ്ടാവും. 8 മണിക്ക് രാത്രിയിലായിരിക്കും നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് പോവുക. അപ്പോൾ ടീച്ചർ എന്നൊരു ബേസ്മെന്റ് 8th 9th 10th ടീച്ചർ എന്നൊരു ബേസ് എല്ലാ സബ്ജക്റ്റും ടീച്ചർ എടുക്കുക ഞങ്ങൾക്ക്, എക്സെപ്റ്റ് മലയാളം ടീച്ചർ എടുക്കില്ല. മലയാളം ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും ടീച്ചർ എടുക്കും. അപ്പോൾ ടീച്ചർ എന്നൊരു ബേസ്മെന്റ് പിന്നീടുള്ള എൻ്റെ കരിയറിലും എൻ്റെ ലൈഫിലും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ എൻ്റെ മകളെ പഠിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം പ്രൗഡാണ്. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറുടെ സ്റ്റുഡൻസ് ഇതേപോലെ ടീച്ചർ പഠിപ്പിച്ച വേറെ കുറേ പേരുണ്ട്. അവരൊക്കെ ടീച്ചറുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ടീച്ചറെ മാത്രം കണ്ടുകൊണ്ടാണ് വന്നത്. ടീച്ചറെ സ്കൂളിൽ ചേർത്തപ്പോൾ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. ഞാനും അതിനെ പറഞ്ഞു, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല, ടീച്ചറുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പ്രൗഡ് ഓഫ് ബീങ് ആൻ ഇന്ത്യൻ. താങ്ക് യു. Thank you Lakshmi Miss, and thank you Police Officer Sujit. We will have fancy dress by our pre-KG children. Dhoni, Vaiga, Nitika, Nijil, Arush, Atmaya, Brian, Riddhi, Derek and Muhammad Amin. From all these children are from pre-KG.
കണ്ണെട്ടിയിട്ടില്ലേ? ഞാരാ? സോൾജർ. യു police. You are also a black cat, I suppose. You Ara Swami. Choda. Nina, who are you? Vaikya. Okay. Rani Lakshmi. Bye. Bharat Mata. ലിപ്സ്റ്റിക് മൊത്തം ഇവിടെയാണല്ലോ. റാണി ലക്ഷ്മി. ബൈ. അനദർ സോൾജർ. ഹായ്. ഇതാരാ? ഗാന്ധിജിയോ? ഇതെന്ത് ഗാന്ധി? മോഡേൺ ഗാന്ധിജി? ഐ തോട്ട് രാമകൃഷ്ണ പരമഹംസയാണ് വിചാരിച്ചു. ഓക്കെ. ഹായ്. അനദർ ഭാരത് മാത. ഇതെന്താണ്? നെഹ്റു. What happened? Come. Hi. See, all these pre-KG children, they are so tiny. Okay. Stage il ingane vannu nikkan thanne oru dhairiyam venam. Okay. So parents, give them a big clap. Okay. So thank you all my dear pre-KG parents. You have really taken lot of trouble. It is not easy to make them dress like this and be on the stage. ഇത് ഫസ്റ്റ് കൊല്ലമാണ് കരയാണ് എല്ലാ കുട്ടികളും കയറിയിട്ടുണ്ട്. യൂഷ്വലി 1-2 ഉണ്ടാവും. ഒക്കെ ഡ്രസ് ചെയ്ത് പാവം കഷ്ടപ്പെട്ട് പാരൻസ് എല്ലാം ചെയ്യും. പക്ഷെ ഫുൾ കരച്ചിലായിരിക്കും, കയറില്ല സ്റ്റേജിൽ. സോ വൺസ് മോർ big round of applause to our parents too. Thank you. Now, സാധാരണ ഓരോരോ കുട്ടികളായിട്ട് സ്റ്റേജിൽ കയറും, സ്പീച്ച് പറയും. ഓക്കെ. ദിസ് ടൈം വി ഹാവ് ജസ്റ്റ് ചേഞ്ച് ലിറ്റിൽ ബിറ്റ്. അതെന്താണ് ചേഞ്ച് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കും. റെഡി? Good morning all respected principal, teachers and my dear friends. Today is 15th August. We celebrate Independence Day. Our national flag has 3 colors: saffron, white and green. Thank you, Jayagi. We got freedom on this day in 1947. We remember our freedom fighters who gave their life for us. After freedom, India has grown bigger and stronger every year. In education, schools and colleges are opening in every village and city. Online learning, new skills and scholarships are helping our children study. Our students are winning many competitions all over the world. Education is making India smarter and in sports, Indian athletes are making us proud. From cricket and hockey to Olympics, Paralympics, chess and badminton, our players are winning medals and raising the Indian flag high. They teach us discipline, teamwork and never giving up. The last 1 year, India did amazing work in science and technology. ISRO successfully launched new satellites and tested new rockets that will help in future space mission. India also grew more with UPI and online learning reaching more villages. Our Navy protects our seas and help people during floods and cyclones. Our brave army continue to guard and borders strongly and took part in joint military exercise with other countries, showing India's power and friendship. India also took big steps in renewable energy and climate action with more solar and wind projects. India continued to provide leadership in G20 and other global forums,
talking about issues like terrorism, climate change, and digital inclusion. During natural disaster in our neighboring countries, India was the first to send help through Operation Friends and naval machines. Friends, all these programs means one thing. India is not waiting for the future, India is building it. India is now firmly among the top 5 global economies. Digital India and Startup India have created millions of jobs. In 2025, India became one of the leading countries in AI, semiconductor manufacturing and 5G rollout. UPI transactions crossed new records and made India a model for cashless payment worldwide. Make in India is no longer just a slogan. Today we design and build our own phones, chips and defense equipments. India's youth won medals, launched startups and represented India is global forums in past year, from IITs to ITIs, from village to metros, and young Indians are leading change. In the past year, India hosted global events and shared yoga, millet year initiatives and our heritage with the world. India is a mix of tradition and modernity. Startups and making India manufacturing are giving new job opportunities. At the same time, agriculture is still the backbone. Farmers are now using drones, apps and weather data to increase yield. Women are also leading in business, science, defense and politics like never before. India's biggest strength is still its diversity, follow different religions and eat different food. Yet we celebrate festivals together. Unity in diversity is not just a slogan. It is India's superpower. From Kashmir to Kanyakumari, from Gujarat to Arunachal. We look different but our heart beats for one nation. Ek Bharat, Shrestha Bharat, campaign, sports team and disaster relief work all prove that when India faces a challenge, we do not ask which state are you from, we just ask how can I help. Today, 79 years after independence, India faces new challenges along with its progress. Economically, we must try to create more jobs for our growing youth and reduce the gap between the rich and the poor. Socially, issues like mental health, cybercrime, fake news and the digital divide between cities and villages need urgent attention. Environmentally, climate change, air pollution, water scarcity and extreme weather events are testing us. On the security front, our army and navy are dealing with modern threats like cyber warfare, drones and border tensions. To face these challenges, India needs innovation in science and technology, stronger unity and a responsible citizens. If we face these challenges with honesty and hard work, we can turn them into opportunities and build India of 2047. Challenges are not to scare us. They are a call to action. As students, our role is clear study with purpose, learn new skills, respect environment and save resources. Pandit Nehru said, the future belongs to the young. So believe in India's youth and they will turn these challenges into India's biggest strengths. Jai Hind. കണ്ടുവോ? നിങ്ങളുടെ അടുത്തല്ലേ ചോദിച്ചേ? ഐ ആം ആസ്കിംഗ് ദ പാരൻസ്. സാധാരണ ഓരോരോ കുട്ടികളും സ്റ്റേജിൽ വരും, അവർ ആ സ്പീച്ച് പറയും. ദാറ്റ് സ്പീച്ച് ഈസ് റിപ്പീറ്റഡ് അല്ലേ? ഇന്ന് ദി സ്പീച്ച് വാസ് കണ്ടിന്യൂസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ എന്നോ എനിക്കറിയില്ല. LKG തൊട്ട് 7ാം ക്ലാസ് വരെ അവർ ഒരു സ്പീച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പാർട്ടായിട്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. തുടക്കം പറയാൻ എളുപ്പമാണ്, നടുവിലുള്ള പാർട്ടായിട്ട് ഇത് പറയണത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഞങ്ങൾ സ്പീച്ച് കൊടുത്തപ്പോൾ കുറേ പാരൻസിന് സംശയം ഉണ്ടായിരുന്നു, ഇതെന്താണ് ഇൻട്രൊഡക്ഷൻ ഇല്ല, കൺക്ലൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഇതെങ്ങനെയാണ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ give them a very big clap for this group, those who have said the English speech. ഇതുപോലെ തന്നെ മലയാളവും വരുന്നുണ്ട്, ബാക്കിൽ ഹിന്ദിയും ഉണ്ട്. ഓക്കെ, Yami from class 1, Thyan from class 2, Thyan from class 3, Rudralakshmi from class 4, Aganshika from class 5, Pranav from class 6 and Brinda from class 7. ഇത്രയും കുട്ടികളാണ് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞത്. Then next we have Malayalam speech. Leona from LKG, Rituparna from UKG,
Adya from class 1, Shreya from class 2, Abhimanyu from class 3, Atmika from class 4, Sribala from class 5, Aisha from class 6, Pooja from class 7. നമസ്തേ. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം. അന്നത്തെ പഠനത്തിൽ നിന്നോ മോചനം നേടി നാം സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അറിഞ്ഞ ദിവസം 1947 ആഗസ്റ്റ് 15 വിവിധ പരിപാടികളോടെ നാം ഇത് ആഘോഷിക്കുന്നു. ഗാന്ധിജിയുടെ കീഴിൽ അഹിംസ, സത്യാഗ്രഹം തുടങ്ങിയ ആദർശങ്ങളെ മുൻനിർത്തി നേടിയ ഈ വിജയം ഏറെ മാത്രം തന്നെയാണ്. ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധർ തിലക്, ഭഗത് സിംഗ് തുടങ്ങി ഒട്ടേറെ ധീര നേതാക്കളുടെ പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും അനന്തരഫലം, അതാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഔദ്യോഗിക ആഘോഷങ്ങൾ നടക്കുന്ന ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ ഇവ സംഘടിപ്പിക്കുന്നു. രാഷ്ട്രപതി രാജ്യത്തിന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. രാജ്യം മുഴുവനും ദേശീയ പതാക ഉയർത്തി ദേശീയഗാനം ആലപിച്ചു മധുര വിതരണം നടത്തിയും നാം ഇത് ആഘോഷിക്കുന്നു. ജ്ഞാനത്വത്തിലേകത്വമാണ് നമ്മുടെ സവിശേഷത. നമ്മുടെ ദേശസ്നേഹികൾ സ്വപ്നം കണ്ട സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഭാരതം യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താൻ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രധാന പ്രതിരോധ നടപടികളും സായുധ സേനയുടെ ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ്. 1947 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് നേടാനാകണം. ശാസ്ത്ര സാങ്കേതികം, പ്രതിരോധം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലകളിലെല്ലാം തന്നെ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും, ശക്തമായ സൈന്യം, മറ്റുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഇവയെല്ലാം നാം എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ്. ISROയുടെ തുടർ ദൗത്യങ്ങളും ബഹിരാകാശ ഗവേഷണത്തിലെ ഇന്ത്യയുടെ മുന്നേറ്റവും ഏറെ പ്രധാനപ്പെട്ടതാണ്. 300-ലധികം സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, കൂടുതൽ ബഹിരാകാശ യാത്രകൾ ഇവയെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. ആരോഗ്യരംഗത്ത് ഡിജിറ്റൽ രേഖ, സൗജന്യ ചികിത്സ, ഗ്രാമങ്ങളിലെ ആരോഗ്യ മന്ദിർ, AI സപ്പോർട്ട് ഇവയെല്ലാം ചേർന്ന് ആരോഗ്യ മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി. പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം, വൃക്ഷത്തൈ നടി, പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം തുടങ്ങി ശുചിത്വ പ്രവർത്തനങ്ങളിൽ നാം ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവും യുവജനങ്ങളുടെ പങ്കും, വിദ്യാഭ്യാസം, തൊഴിൽ, സ്റ്റാർട്ടപ്പുകൾ, നവസംരംഭങ്ങൾ എന്നിവയെല്ലാം തന്നെ വികസനം മുന്നിൽ കണ്ട് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ 2047 വികസിത ഭാരതത്തിലേക്ക് നടക്കുകയാണ്. പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയിലെ നേതൃത്വം, ബഹിരാകാശത്തെ സ്വപ്നങ്ങൾ ഇവ മൂന്നും ചേർന്നതാണ് പുതിയ ഇന്ത്യ. വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിന്റെ കുതിപ്പുകൾ, സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു, പൊരുത്തപ്പെട്ടു, ശക്തമായി ഉയർന്നു വരുന്നു. ഐക്യവും പ്രതിരോധവുമാണ് നമ്മുടെ ശക്തി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങളുടെ അഭാവം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ ഇവയെല്ലാം തന്നെ ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇതെല്ലാം തരണം ചെയ്ത് ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും മെച്ചപ്പെട്ടതുമായ രീതിയിൽ കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രഭാവി തലമുറയ്ക്ക് നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദേശസ്നേഹം കാത്തു സൂക്ഷിച്ച് ഐക്യത്തോടെ നമുക്ക് മുന്നേറാം. നന്ദി. ജയ് ഹിന്ദ്. Hindi speech. नमस्ते, मेरा नाम दिवा है। मैं कक्षा 3 में पढ़ती हूँ। माननीय प्रधानाचार्य
आद्യം श्रद्धापूर्वक नमन करें। आज़ादी के बाद भारत ने बहुत विकास किया है। हमारे देश में नए स्कूल, कॉलेज और अस्पताल बने। गांवों और शहरों में अच्छी सड़कें बनाई गई। बच्चों को पढ़ने के लिए बेहतर सुविधाएं मिली। किसानों ने मेहनत और नई तकनीकों की सहायता से अधिक अनाज उगाना शुरू किया। आज भारत खाद्यान्न के क्षेत्र में आत्मनिर्भर बन चुका है। भारत ने विज्ञान और तकनीक के क्षेत्र में बड़ी सफलता प्राप्त की है। हमारे वैज्ञानिकों ने अनेक उपग्रह अंतरिक्ष में भेजे हैं। चंद्रयान और मंगलयान जैसे मिशनों ने पूरी दुनिया में भारत का नाम ऊंचा किया है। आज भारत डिजिटल तकनीक में भी आगे बढ़ रहा है। लोग ऑनलाइन पढ़ाई, बैंकिंग और भुगतान जैसे सुविधाओं का उपयोग कर रहे हैं। खेलों में भी भारत के खिलाड़ी विश्व भर में देश का गौरव बढ़ा रहे हैं। आज भारत दुनिया की सबसे तेजी से विकसित होती अर्थव्यवस्थाओं में से एक है। हमारे देश में नए उद्योग, कारखाने और स्टार्टअप बन रहे हैं। महिलाएं विज्ञान, शिक्षा, सेना, खेल और प्रशासन हर क्षेत्र में सफलता प्राप्त कर रही है। स्वच्छ भारत अभियान, डिजिटल इंडिया और मेक इन इंडिया जैसी योजनाओं ने देश के विकास को नई दिशा दी है। हमें ईमानदार, अनुशासित और जिम्मेदार नागरिक बनकर देश के उन्नति में अपना योगदान देना चाहिए। प्रिय साथियों, भारत की प्रगति केवल सरकार के प्रयासों से नहीं बल्कि हर नागरिक के मेहनत से संभव हुई है। हमें अपने देश की एकता और अखंडता बनाए रखनी चाहिए। हमें पर्यावरण की रक्षा करनी चाहिए, जल बचाना चाहिए, पेड़ लगाने चाहिए और सभी धर्मों का सम्मान करनी चाहिए। हमें मेहनत से पढ़ाई करनी चाहिए और अपने माता पिता तथा शिक्षकों का आदर करनी चाहिए। हम सभी मिलकर भारत को अधिक स्वच्छ, शिक्षित, सुरक्षित, समृद्ध और आत्मनिर्भर बनाएंगे। आए हम आज एक संकल्प लें, हम एक अच्छे नागरिक बनकर अपने देश की सेवा करेंगे और भारत को विश्व में सर्वोच्च स्थान दिलाने प्रयास करेंगे। जय हिंद, जय भारत। Children, Diva from class 3, Lakshana from class 4, Akshara from class 5, Pravasti from class 6 and Srinya from class 7. ये देश है वीर जवानों का, रणभेलों का, मस्तानों का, इस देश का यारो, इस देश का यारों का कहना, ये देश है दुनिया का कहना। मेरा जूता है जापानी, हिंदुस्तानी रूसी फिर भी दिल है हिंदुस्तानी। मेरा जूता है जापानी, हिंदुस्तानी रूसी फिर भी दिल है हिंदुस्तानी। From class 5, Neha from class 6, then Chinmay from class 7.
celebrate Independence Day. Our national flag has three colors: saffron, white, and green. We got freedom on this day, 90%. We remember our freedom fighters together at first. After freedom, India has grown bigger and stronger every year. In education, schools and colleges are opening in every villages and cities. Online learning, new skills and scholarship are helping more children study. Our students are winning many competitions all over the world. Education is making India smarter and brighter. In sports, Indian athletes are making us proud. From cricket and hockey to Olympics, Paralympics, chess and badminton, our players are winning medals and raising the Indian flag high. They teach us discipline, teamwork and never giving up. In the last 1 year, India did amazing work in science and technology. ISRO successfully launched the new satellites and tested new rockets that will help in future space missions. Digital India also grew more with UPI and online learning reaching more villages. Our Navy protects our seas and help people during floods and cyclones. Our brave army continued to guard our borders strongly and took part in joint military exercises with other countries, showing India's power and friendship. India also took big steps in renewable energy and climate action with more solar and wind projects. India continued to provide leadership in G20 and other global forums, talking about issues like terrorism, climate change and digital inclusion. During natural disasters, neighborhood countries, India was the first to send help through Operation Friends and naval missions. Friends, all this progress means one thing: India is not waiting for the future, India is building it. India is now firmly among the top 5 global economies. Digital India and Startup India have created millions of jobs. In 2025, India became one of the leading countries in AI, semiconductors, manufacturing and 5G rollout. UPI transaction crossed new record and made India a model for cashless payment worldwide. Make in India is no longer just a slogan. Today we design and build our own phone chips and defense equipment. India's youth won medals, launched startup and represented India in global forums in past year. From IITs to ITIS, from village to metro, young Indians are leading change. In the past year, India hosted global events and shared yoga, millet year initiatives and our heritage with the world. India is a mix of tradition and modernity. Startup and Make in India manufacturing are giving new job opportunities. At the same time, agriculture is still the backbone. Farmers are now using drones, apps and weather data to increase yield. Women are also leading in business, defense, science and politics. We speak 22 languages and our heritage with the world. We speak 22 languages. Unity in diversity is not just a slogan. It is India's superpower. From Kashmir to Kanyakumari and from Gujarat to Arunachal, we look different but our heart beat for one nation. Ek Bharat Shrestha Bharat campaigns 14th disaster relief but all prove that when India faces a challenge, we do not ask which state are you from. We just ask how can I help. Today, 79 years after independence, India faces new challenges along with its progress. Economically, we must create more jobs for our growing youth and reduce the gap between rich and poor. Socially, issues like mental health, cybercrime, fake news and the digital divide between cities and villages need urgent attention. Environmentally, climate change, air pollution, water scarcity and extreme weather events are the
warfare, drones, and border tensions. To overcome these, India needs skill-based education, innovation in science and technology, stronger unity, and responsible citizens. If we face this, as students, our role is clear: study with purpose and learn new skill, respect environment, and save resources. Pandit Nehru said, "The future belongs to the young." So believe India's youth will turn these challenges into India's biggest strength. Jai Hind. From LKG, Nuha Mariam from UKG, Amira from class 1, Dakshit from class 2, Anu from class 3, Aslam from class 4, Jinay from class 5, Rins from class 6, and Meghnas from class 7. നമസ്തേ. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം. അടിമത്ത ഭരണത്തിൽ നിന്നും മോചനം നേടി നാം സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അറിഞ്ഞ ദിവസം 1947 ആഗസ്റ്റ് 15-നാണ്. വിവിധ പരിപാടികളോടെ നാം ഇത് ആഘോഷിക്കുന്നു. ഗാന്ധിജിയുടെ അഹിംസ, സത്യാഗ്രഹം തുടങ്ങിയ ആദർശങ്ങളെ മുൻനിർത്തി നേടിയ ഈ വിജയം ഏറെ മഹത്വം തന്നെയാണ്. ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ് തുടങ്ങി ഒട്ടേറെ ധീര നേതാക്കളുടെ പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും അനന്തരഫലം. അതാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഔദ്യോഗിക ആഘോഷങ്ങൾ നടക്കുന്നത് ചെങ്കോട്ടയിലാണ്. പ്രധാനമന്ത്രി അവിടെ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സന്ദേശം നൽകുന്നു. പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ ഇവ സംഘടിപ്പിക്കുന്നു. രാഷ്ട്രപതിയും രാജ്യത്തിന് സ്വാതന്ത്ര്യ സന്ദേശം നൽകുന്നു. രാജ്യം മുഴുവനും ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും മധുര വിതരണം നടത്തിയും നാം ഇത് ആഘോഷിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സവിശേഷത. നമ്മുടെ ദേശസ്നേഹികൾ സ്വപ്നം കണ്ട സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഭാരതം യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താൻ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രധാന പ്രതിരോധ നടപടികളും സായുധ സേനയുടെ ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ്. 2047 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് നേടാനാകണം. ശാസ്ത്ര സാങ്കേതികം, പ്രതിരോധം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലകളിലെല്ലാം തന്നെ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും, ശക്തമായ സൈന്യം, മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഇവയെല്ലാം നാം എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ്. ISROയുടെ തുടർ ദൗത്യങ്ങളും ബഹിരാകാശ ഗവേഷണത്തിലെ ഇന്ത്യയുടെ മുന്നേറ്റവും ഏറെ പ്രധാനപ്പെട്ടതാണ്. 300-ലധികം സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, കൂടുതൽ ബഹിരാകാശ യാത്രകൾ ഇവയെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. ആരോഗ്യരംഗത്ത് ഡിജിറ്റൽ രേഖ, സൗജന്യ ചികിത്സ, ഗ്രാമങ്ങളിലെ ആരോഗ്യ മന്ദിർ, AI സപ്പോർട്ട് ഇവയെല്ലാം ചേർന്ന് ആരോഗ്യ മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി. പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, വൃക്ഷത്തൈ നടൽ, പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം തുടങ്ങിയ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവും യുവജനങ്ങളുടെ പങ്കും, വിദ്യാഭ്യാസം, തൊഴിൽ, സ്റ്റാർട്ടപ്പുകൾ, നവസംരംഭകങ്ങൾ എന്നിവയെല്ലാം തന്നെ വികസനം മുന്നിൽ കണ്ടു ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ 2047 വികസിത ഭാരതത്തിലേക്ക് നടക്കുകയാണ്. പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയെ നേതൃത്വം, ബഹിരാകാശത്തെ സ്വപ്നങ്ങൾ, ഇവ മൂന്നുമാണ് നമ്മുടെ വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിന്റെ കുതിപ്പുകൾ, സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ചു, പൊരുത്തപ്പെട്ടു, ശക്തമായി ഉയർന്നു വന്നു.
ഐക്യവും പ്രതിരോധവുമാണ് നമ്മുടെ ശക്തി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങളുടെ അഭാവം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ ഇവയെല്ലാം തന്നെ ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇതെല്ലാം തരണം ചെയ്ത് ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും മെച്ചപ്പെട്ടതുമായ രീതിയിൽ കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവി തലമുറയ്ക്ക് നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദേശസ്നേഹം കാത്തു സൂക്ഷിച്ച് ഐക്യത്തോടെ നമുക്ക് മുന്നേറാം. നന്ദി. ജയ് ഹിന്ദ്. Mekshan from class 4, Joyna from class 5, Anuj from class 6 and Anay from class 7. नमस्ते, मेरा नाम सात्विक है। मैं कक्षा 3 में पढ़ता हूँ। आदरणीय प्रधानाचार्य जी, सम्मानित शिक्षकों, अभिभावकों और मेरे प्यारे मित्रों, आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं। आज हम 15 अगस्त का पावन पर्व मना रहे हैं। इस दिन हमारा देश आज़ाद हुआ था। हमारे वीर स्वतंत्रता सेनानियों ने अनेक कठिनाइयां सहकर हमें आज़ादी दिलाई। हम उनके बलिदान को कभी नहीं भूल सकते। आइए हम सभी उन्हें श्रद्धापूर्वक नमन करें। आज़ादी के बाद भारत ने बहुत विकास किया है। हमारे देश में नए स्कूल, कॉलेज और अस्पताल बने। गांवों और शहरों में अच्छी सड़क बनाए गए। बच्चों को पढ़ने के लिए बेहतर सुविधाएं मिले। किसानों से मेहनत और नई तकनीकों की सहायता से आर्थिक अनाज उगना शुरू किया। आज भारत खाद्यान्न के क्षेत्र में आत्मनिर्भर बन चुका है। भारत ने विज्ञान और तकनीक के क्षेत्र में बड़ी सफलता प्राप्त की है। हमारे वैज्ञानिकों ने अनेक उपग्रह अंतरिक्ष में भेजे हैं। चंद्रयान और मंगलयान जैसे मिशनों ने पूरी दुनिया में भारत का नाम ऊंचा किया है। आज भारत डिजिटल तकनीक में भी आगे बढ़ रहा है। लोग ऑनलाइन पढ़ाई, बैंकिंग और भुगतान जैसी सुविधाओं का उपयोग कर रहा है। खेलों में भी भारत के खिलाड़ी और विश्व भर में देश का गौरव बढ़ा रहा है। आज भारत दुनिया की सबसे तेजी से विकसित होती अर्थव्यवस्थाओं में से एक है। हमारे देश में नए उद्योग, कारखाने और स्टार्टअप बन रहे हैं। महिलाएं विज्ञान, शिक्षा, सेना, खेल और प्रशासन हर क्षेत्र में सफलता प्राप्त कर रही है। स्वच्छ भारत अभियान, डिजिटल इंडिया और मेक इन इंडिया जैसी योजनाओं ने देश के विकास को नई दिशा दी है। हमें ईमानदार, अनुशासित और जिम्मेदार नागरिक बनकर देश की उन्नति में अपना योगदान देना चाहिए। प्रिय साथियों, भारत की प्रगति केवल सरकार के प्रयासों से नहीं बल्कि हर नागरिक के मेहनत से संभव हुई है। हमें अपने देश की एकता और अखंडता बनाए रखनी चाहिए। हमें पर्यावरण की रक्षा करनी चाहिए, जल बचाना चाहिए, पेड़ लगाने चाहिए और सभी धर्मों का सम्मान करना चाहिए। हमें मेहनत से पढ़ाई करनी चाहिए और अपने माता पिता तथा शिक्षकों का आदर करना चाहिए। हम सभी मिलकर भारत को अधिक स्वच्छ, सुरक्षित, समृद्ध और आत्मनिर्भर बनाएंगे। आइए हम आज यह संकल्प लें कि हम एक अच्छे नागरिक बनकर और भारत को विश्व में सर्वोच्च स्थान पर दिलाने प्रयास करेंगे। जय हिंद, जय भारत। 3, Mekshan from class 4, Joyna from class 5, Anuj from class 6 and Anay from class 7. नमस्ते, मेरा नाम सात्विक है। मैं कक्षा 3 में पढ़ता हूँ। आदरणीय प्रधानाचार्य जी, सम्मानित शिक्षकों, अभिभावकों और मेरे प्यारे मित्रों, आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं। आज हम 15 अगस्त का पावन पर्व मना रहे हैं। इस दिन हमारा देश आज़ाद हुआ था। हमारे वीर स्वतंत्रता सेनानियों ने अनेक कठिनाइयां सहकर हमें
आज़ादी दिलाई। हम उनके बलिदान को कभी नहीं भूल सकते। आइए हम सभी उन्हें श्रद्धापूर्वक नमन करें। आज़ादी के बाद भारत ने बहुत विकास किया है। हमारे देश में नए स्कूल, कॉलेज और अस्पताल बने। गांवों और शहरों में अच्छी सड़क बनाए गए। बच्चों को पढ़ने के लिए बेहतर सुविधाएं मिले। किसानों से मेहनत और नई तकनीकों की सहायता से आर्थिक अनाज उगना शुरू किया। आज भारत गाड़ियों के क्षेत्र में आत्मनिर्भर बन चुका है। भारत ने विज्ञान और तकनीक के क्षेत्र में बड़ी सफलता प्राप्त की है। हमारे वैज्ञानिकों ने अनेक उपग्रह अंतरिक्ष में भेजे हैं। चंद्रयान और मंगलयान जैसे मिशनों ने पूरी दुनिया में भारत का नाम ऊंचा किया है। आज भारत डिजिटल तकनीक में भी आगे बढ़ रहा है। लोग ऑनलाइन पढ़ाई, बैंकिंग और भुगतान जैसी सुविधाओं का प्रयोग कर रहा है। खेलों में भी भारत के खिलाड़ी और विश्व भर में देश का गौरव बढ़ा रहा है। आज भारत दुनिया की सबसे तेजी से विकसित होती अर्थव्यवस्थाओं में से एक है। हमारे देश में नए उद्योग, कारखाने और स्टार्टअप बन रहे हैं। महिलाएं विज्ञान, शिक्षा, सेना, गेम और प्रशासन हर क्षेत्र में सफलता प्राप्त कर रही है। स्वच्छ भारत अभियान, डिजिटल इंडिया और मेक इन इंडिया जैसी योजनाओं ने देश के विकास को नई दिशा दी है। हमें ईमानदार, अनुशासित और जिम्मेदार नागरिक बनकर देश की उन्नति में अपना योगदान देना चाहिए। प्रिय साथियों, भारत की प्रगति केवल सरकार के प्रयासों से नहीं बल्कि हर नागरिक के मेहनत से संभव हुई है। हमें अपने देश की एकता और अखंडता बनाए रखनी चाहिए। हमें पर्यावरण की रक्षा करनी चाहिए, जल बचाना चाहिए, पेड़ लगाने चाहिए और सभी धर्मों का सम्मान करना चाहिए। हमें मेहनत से पढ़ाई करनी चाहिए और अपने माता पिता तथा शिक्षकों का आदर करना चाहिए। हम सभी मिलकर भारत को अधिक स्वच्छ, सुरक्षित, समृद्ध और आत्मनिर्भर बनाएंगे। आइए हम आज यह संकल्प लें कि हम एक अच्छे नागरिक बनकर और भारत को विश्व में सर्वोच्च स्थान पर दिलाने प्रयास करेंगे। जय हिंद, जय भारत।
ഒരു ഡാൻസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തായാലും ഒരുമിച്ച് ചെയ്യുക. അത് നിങ്ങൾ ഭംഗിയായിട്ട് എല്ലാവരും all the steps were done together. A beautiful Bharat Mata we have got. Okay, so parents and children, give a big clap. Okay, ഈ രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നുള്ളൂ. It was choreographed by our teacher Shruti. Give her a very big clap. So she was the one who had choreographed these two dances. Thank you, Shruti. It was done very beautifully. Okay, so we are just winding off our program for today. I call upon Mini Mole Miss to give the official vote of thanks. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിൽ ഈ ചടങ്ങിൻ്റെ അവസാനമായി നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടി എന്നെ അനുവദിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കേണ്ടത് നമ്മളുടെ സ്കൂൾ പ്രിൻസിപ്പാളായ ലക്ഷ്മി മിസ്സിനാണ്. എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ ഈ മഴ കാരണം വളരെ ടെൻഷനായിട്ടായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. എങ്കിലും നമ്മൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. ഇന്നലെ വരെ ടെൻഷനായിരുന്നു. ഇന്നലെ ഒരു 11 മണിയാകുമ്പോൾ മഴ വന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചു, ദൈവമേ നാളെയും ഈ മഴ ഉണ്ടാവുമോ എന്ന്. പക്ഷേ ദൈവം നന്നായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇതിനു പുറമെ നമ്മളുടെ എല്ലാമായ നമ്മളുടെ മാനേജർ സാർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കാൻ വന്ന നമ്മളുടെ PTA മെമ്പേഴ്സ്, PTA പ്രസിഡന്റ് വിനീഷ് സർ, അതുപോലെ തന്നെ നമ്മളുടെ പാരൻസ്, എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അവർ നന്നായിട്ട് പരിപാടി അവതരിപ്പിച്ചു. അതിൽ ഐ ആം പ്രൗഡ് ഓഫ് മീ. സോ താങ്ക് യു സോ മച്ച്. ദെൻ എന്താ പറയുക, എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ടീച്ചേഴ്സ് എല്ലാ പ്രോഗ്രാമും ഒരുപോലെ നടത്തുന്നതിന് വേണ്ടിയിട്ടും എല്ലാത്തിനും. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Okay, thank you once again all parents. വീണ്ടും ഒരു 5 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അടുത്ത പരിപാടിക്ക് കടക്കുകയാണ്. സോ this is just an official announcement that 19 ആണ് ഞങ്ങളുടെ പൂക്കള മത്സരം. ഈ പ്രാവശ്യം 15 പൂക്കളില്ലേ? We have got 15 പൂക്കളാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. We have got judges from outside who will be judging it. So ഒരു 11:30-12 മണി ആകുമ്പോഴത്തേക്കും ജഡ്ജസ് ഉണ്ടാവും. And on 20th, this time our Onam program is going to be for 2 days. 20ാം തീയതി pre-KG, LKG, UKG, class 1 and class 2 ഇവരുടെ പാരൻസ് മാത്രമാണ് ഇൻവൈറ്റഡ് for the program on 20th. And 21st it will be class 3, 4, 5, 6 and 7. So അതേ മണ്ഡപത്തിൽ തന്നെ we are going to do it in 2 days so that no rush, no problem in seating, and I think that particular hall should be able to accommodate you all parents. Okay, so thank you once more on behalf of all my students and on behalf of my teacher. Special thanks to our PTA President Mr. Vinesh and our Chairman Mr. V.R. Ramaswamy. Thank you.